പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർധനവിൻ്റെ പാതവലിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മാസം ജൂലൈ മാസം മുതൽ 3000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കിയത് വെറും 4-5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. മുൻപത്തെ സർക്കാർ പറഞ്ഞിരുന്ന, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 2500 രൂപയിലേക്ക് പെൻഷൻ എത്തിക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ 800 രൂപയിൽ നിന്ന് പെൻഷൻ വർദ്ധിപ്പിച്ച് ഘട്ടം ഘട്ടമായിട്ട് 2000 രൂപ വരെ എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതും വലിയ കാര്യമാണ്. പക്ഷേ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്, ക്ഷേമ പെൻഷൻ തുക 3000 രൂപയിലേക്ക് എത്തിക്കുമെന്ന് UDF സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയാണ് പെൻഷൻ തുക 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഈ മാസം മുതൽ ലഭ്യമാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 100 ദിവസത്തിനകം തന്നെ അധികാരത്തിലേറി 100 അല്ലെങ്കിൽ ആദ്യത്തെ മാസം തന്നെ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങളിൽ സ്ത്രീകൾക്കുള്ള, അതായത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് ക്ഷേമ പെൻഷനാണ്. അത് ഈ മാസം തന്നെ നടപ്പാക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച്, സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് ഈ ഒരു മാസം ഈ ഒരു തുക നടപ്പാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് ഒറ്റയടിക്ക് 3000 രൂപയിലേക്ക് എത്തിക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായിട്ട് തുക വർദ്ധിപ്പിച്ച് 3000 രൂപയിലേക്ക് എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും പുറത്തു വരുന്ന അറിയിപ്പുകൾ. ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഇനി തുക കറക്റ്റായിട്ട് എത്തിയില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പുതിയതായിട്ട് പാലിക്കേണ്ടതായിട്ട് വരും. തുക കറക്റ്റായിട്ട്, അതായത് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ കറക്റ്റ് എന്ന് പറയുന്നത് അർഹതയുള്ള ആളുകൾ, അവരിലേക്ക് തുക എത്തിയില്ല അല്ലെങ്കിൽ അർഹതയില്ലാത്ത ആളുകൾക്ക് തുക ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. ഇതിന് ഒരുപക്ഷെ നമ്മൾ ഇത്രയും നാളും കൈപ്പറ്റിയ പെൻഷൻ തുക തിരിച്ചു അടയ്ക്കുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടാകാം. മുൻപ് തന്നെ ഓപ്പറേഷൻ യെല്ലോ എന്ന പേരിൽ പുതിയ ഒരു നടപടി വന്നിരുന്നു. മഞ്ഞ കാർഡ് അനധികൃതമായിട്ട് കൈവശം വെച്ച ആളുകൾക്ക് അവരുടെ എത്രയും നാളും കൈപ്പറ്റിയ ആനുകൂല്യത്തിൻ്റെ വിപണി മൂല്യം അടയ്ക്കണമെന്നുള്ളത്. അതേപടി തന്നെ കിസാൻ സമ്മാൻ നിധിയായിട്ട് ബന്ധപ്പെട്ടും അർഹരല്ലാത്ത ആളുകൾ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തുക ഇനി അർഹതയുള്ള ആളുകളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. കൂടാതെ ഈ ഒരു മാസത്തെ ജൂലൈ മാസത്തെ പെൻഷൻ തുക നമുക്കറിയാം 2000 രൂപ. ഒരുപക്ഷെ തുക വർദ്ധിപ്പിക്കുകയാണ്, എന്തെങ്കിലും ഒരു ചെറിയ തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 2500 രൂപ വരെയൊക്കെ ആകാം. അങ്ങനെയാണെങ്കിൽ ആ 2500 അല്ലെങ്കിൽ 2000 രൂപ ഈ മാസം 22 അല്ലെങ്കിൽ 23 തീയതികളോടുകൂടി തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. സാധാരണ 20-ാം തീയതിയോടുകൂടി തുക വിതരണത്തിന് സംസ്ഥാന ധനവകുപ്പ് അനുമതി നൽകി അതിനുശേഷം തുക വിതരണം ചെയ്യുന്ന ഒരു നടപടിയാണ്. പക്ഷേ ഈ ഒരു പ്രാവശ്യം മുതൽ ഈ പറഞ്ഞ ഡേറ്റുകളിൽ തന്നെ എക്സാക്റ്റായിട്ട് തുക വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ ഇനിയും വരുന്ന ഇലക്ഷനുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുക.